എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കാൻ പോണത് തുളസിയും പിന്നെ കഞ്ഞിക്കൂർക്കയുടെ ഇല ഇത് പൊട്ടിച്ചിട്ട് എണ്ണ കാച്ചാനാണ് കേട്ടോ. ഇപ്പോൾ 2 തരം ഇലയിൽ കഞ്ഞിക്കൂർക്കയുടെ ഇലയും വീട്ടിലത്തെ തുളസിയുടെ ഇലയും കൂടിയിട്ടാണ് ഞാനിപ്പോൾ എണ്ണ കാച്ചാൻ ഉള്ള പോണത്. ഇനി ഇലകളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കറിവേപ്പിൻ്റെ ഇല, ഇഷ്ടം പോലെ കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് നുള്ളി നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ലതാണ്, കറുക്കാനും എല്ലാവരും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താ വെച്ചാൽ ചെമ്പരത്തിയുടെ 2 കുഞ്ഞി ഇല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പൂവും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൂവും എല്ലാം കൂടിയിട്ട് അപ്പോൾ എന്തായി 5 കൂട്ടായി. ഇതാ കറിവേപ്പിൻ്റെ ഇല എത്രയായാലും കുഴപ്പമില്ലേ, അത് ഊരി ഇടാം. ഇഷ്ടം പോലെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ. അപ്പോൾ ഞാൻ ഏതായാലും അത് കിണറിൻ്റെ അടുത്താണ് നിൽക്കണ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഒരു പൂവും പൊട്ടിച്ചു, 2 ഇല ചെമ്പരത്തിയുടെ അല്ലെങ്കിൽ 2 ഇല പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അതും പൊട്ടിച്ച് അതിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ ഇല, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഒരു ചെമ്പരത്തിപ്പൂവ്, തുളസിപ്പൂവ്, പിന്നെ കുറുക്കയില്ലേ, പനിക്കൂർക്ക എന്ന് പറയും, അതും കൂടിയിട്ട് എല്ലാം കൂടി നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് വിട്ടാൽ ഒന്നിനല്ല, വെറുതെ വെള്ളത്തിലിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതിനെ കഴുകി ഊറ്റി ഇലകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറിവേപ്പിൻ്റെ ഇലയുടെ തണ്ടൊക്കെ കളഞ്ഞിട്ട് അരച്ച് ഞാനിപ്പോൾ ചീഞ്ചട്ടിയിലേക്ക് വെച്ചത് എണ്ണ ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് അതിനെ വറ്റിച്ചെടുക്കണം. അങ്ങനെ വെളിച്ചെണ്ണ കാച്ചി കൊണ്ടിരിക്കുന്നു, നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഒന്നും കാച്ചില്ല വേണ്ട. അപ്പോൾ അങ്ങനെ കാച്ചി വയ്ക്കും, കുറച്ച് നാളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാച്ചും. അങ്ങനെ തിളച്ച് അതിൻ്റെ പതകളൊക്കെ വറ്റിയാലാണ് നമുക്ക് പിന്നെ വെളിച്ചെണ്ണ ആയത് അറിയുള്ളൂ കേട്ടോ. എല്ലാ പതകളും വറ്റി നമുക്ക് നല്ല മണവും പിന്നെ അതിൻ്റെ ഉള്ളിലെ കൊണ്ട നമ്മൾ കയ്യിൽ തിരുമുമ്പോൾ നന്നായി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കയ്യിലിങ്ങനെ ഉരുട്ടി പറ്റിയിട്ടിങ്ങനെ നന്നായി മുരിഞ്ഞിട്ട് ഇങ്ങനെ പൊടിയണം അതിലൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ മൂത്തുണ്ടാവും കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് വേണം വെളിച്ചെണ്ണ മൂത്തോന്ന് അറിയാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആയി, നമുക്കിനി അതിനെ അരിച്ച് പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ അതിനെ അരിക്കാനായിട്ട് നോക്കട്ടെ. ഒരു അരിപ്പട ഈ സാധനം വെച്ചിട്ട് കുറച്ച് അരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് അരിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അരിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഈ കൊണ്ടിനെ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് മേൽ തേച്ച് അത് മേലത്തേക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ സോപ്പ് തേച്ച് കഴുകി കളഞ്ഞാൽ മതി, അങ്ങനെയും ചെയ്യാം. അപ്പം നല്ലതാണ്, നമ്മുടെ മേലെ എണ്ണമയം പറ്റും, പിന്നെ കുറച്ച് ചളിയൊക്കെ പോവുകയും ചെയ്യും. സോപ്പിട്ട് കഴുകണ കാരണം പിന്നെ എണ്ണമയമൊക്കെ പിന്നെ പോകും. ഇത് ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് മേലിട്ടിട്ട് ഉരച്ച് തേച്ച് ഇങ്ങനെ കഴുകുക. എന്നിട്ട് പിന്നെ സോപ്പിട്ട് തേച്ച് കുളിക്കുക. പിന്നെ ആദ്യം ഈ എണ്ണയാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. നല്ല കളറുള്ള എണ്ണയാണ്, നല്ല മണമുണ്ട് എണ്ണയ്ക്ക്, നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഇതാണ് എണ്ണയുടെ ഒരു കുപ്പി എടുത്തിട്ട് ഞാൻ ഇതിലേക്കുള്ളതാണ് കേട്ടോ. ഇതാണ് എൻ്റെ എണ്ണക്കുപ്പി. എണ്ണക്കുപ്പിയിൽ ഞാൻ ഒഴിച്ച് വയ്ക്കാൻ പോവാണ്. പിന്നെ ഒരു നുള്ളി ജീരകം, പേരട, ഒരില, ചുവന്നുള്ളി ഇതൊക്കെ ചേർക്കാട്ടോ വേണമെങ്കിൽ. അങ്ങനെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതാക്കാൻ വേണ്ടിയിട്ടതാ ഇതിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ചീഞ്ചട്ടിയിൽ നിന്ന് അതിലേക്ക് ഒഴിച്ച് നമുക്ക് കുപ്പിയിലാക്കി വെച്ചാട്ടോ. കുറേ നാളത്തേക്ക് ആയി ഇപ്പോൾ എണ്ണ കാച്ചിയത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്, നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, താങ്ക് യു.